ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിഡ്കോഡ് എഡ്യൂക്കേഷൻ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ICT-9 അതുപോലെ ICT-10 തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ICT-10 ആൻഡ് ICT-9? സോ ICT-10 എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാൻ പറ്റും, മെഡിക്കൽ കോഡിംഗ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും, എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അല്ലേ. നമ്മൾ ഡിസീസസിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കാണ് ICT-10 എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ICT-9 എന്ന് പറയുന്നത് 10ൻ്റെ ഒരു ഓൾഡ് വേർഷനാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ICT-9 എന്താണ്, അതുപോലെ ICT-10 എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ICT-9 വേഴ്സസ് ICT-10. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ICT-9 എന്താണെന്ന് നമുക്ക് നോക്കാം. റിലീസ്ഡ് ഇൻ 1979, ICT-9 വാസ് ദി 9th റിവിഷൻ ഓഫ് ദി ICT കോഡിംഗ് സിസ്റ്റം. അതായത് 1979 ICT-9 റിലീസായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡിംഗ് ഒക്കെ വന്ന സമയത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു വേർഷനാണ് ICT-9 എന്ന് പറയുന്നത്. അത് 1979 റിലീസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 9th വേർഷനാണ്, അതുകൊണ്ടാണ് അവിടെ ICT-9 എന്നുള്ളൊരു നെയിം വന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് എന്താ? അപ്രോക്സിമേറ്റ്ലി 14,000 ഓഫ് കോഡ്സ്. ICT-9 ഹാഡ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് കോഡ്സ് വിച്ച് മെയ്ഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു ക്യാപ്ചർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. അതായത് 14,000-ഓളം കോഡുകളാണ് ICT-9 ഉള്ളത്. ഓക്കെ, ICT-9 എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ 14,000 ഓഫ് കോഡ്സ് ആണ് ഉള്ളത്. അതൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് കോഡ്സ് മാത്രമേ അതിനകത്ത് ഉള്ളൂ. കാരണം 14,000 കോഡ് എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആണല്ലേ. നമുക്ക് ഇപ്പം നമ്മൾ ICT-10 യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇപ്പം വളരെ ഒരുപാട് കോഡ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. സോ കമ്പാരിറ്റീവ്ലി അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലെസ് ആയിട്ടുള്ള സ്പെസിഫിക് ആണ് ഇതിനകത്ത് കാണുന്നത്. ഇനി നമ്മുടെ തേർഡ് പോയിന്റ്, ഞാനിപ്പോൾ പറഞ്ഞ ലെസ് സ്പെസിഫിക്. ICT-9 കോഡ്സ് വെർ ഓഫ്റ്റൻ ലെസ് സ്പെസിഫിക്, മേക്കിംഗ് ഇറ്റ് ചാലഞ്ചിങ് ടു ആക്യുറേറ്റ്ലി കോഡ് സർട്ടൈൻ കണ്ടീഷൻസ്. അതായത് ലെസ് സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു പരിമിതി ഉണ്ടാവും, കുറച്ച് മാത്രം കോഡ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ ലെസ് സ്പെസിഫിക് എന്ന് പറയുന്നത്. മെയിനായിട്ട് പെട്ടെന്ന് വേണ്ട കോഡ്സുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഒരുപാട് ഡീപ്പായിട്ടുള്ള കോഡ്സൊന്നും നമുക്കിതിനകത്ത് എടുക്കാനായിട്ട് പറ്റില്ല. അതായത് ഇപ്പോൾ ഡിസീസ് എന്താണോ നമുക്കതിന് കോഡ് ചെയ്യാം, അതിൽ പല വേർഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ, എല്ലാവർക്കും അറിയാം ക്യാൻസർ. അപ്പോൾ ക്യാൻസറിനൊരു കോഡുണ്ട്. പിന്നെ ക്യാൻസറിനകത്ത് തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട്. സോ അതിൻ്റെ എല്ലാം കോഡുകളൊന്നും ചിലപ്പം ഇതിനകത്ത് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കോഡ്സുകളൊന്നും അവൈലബിൾ അല്ല. മെയിൻ ആയിട്ടുള്ള കോഡ്സുകൾ മാത്രം അവൈലബിൾ ആണ്. അപ്പം മെയിൻ ആയിട്ടുള്ള ഡിസീസിൻ്റെ കോഡ്സ് മാത്രമാണ് ഇതിനകത്ത് ഉള്ളത്. ഇനി ഫോർത്ത് പോയിന്റ്, നോ ലാറ്ററാലിറ്റി. ICT കോഡ്സ് ഡിഡ് നോട്ട് സ്പെസിഫിക് ലാറ്ററാലിറ്റി, എക്സാമ്പിൾ ലെഫ്റ്റ് ഓർ റൈറ്റ് സൈഡ്. യെസ്, അതായത് ലാറ്ററാലിറ്റി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, ഏത് സൈഡാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യത്തില്ല. അതായത് ഇപ്പം ഇപ്പം നമുക്കിപ്പോൾ ഒരു ചെവി വേദനയാണെന്ന് വെച്ചോളൂ. അപ്പം നമുക്കറിയാം ലെഫ്റ്റ് ഇയറിനാണെങ്കിൽ ഒരു കോഡ്, റൈറ്റ് ഇയറിനാണെങ്കിൽ വേറൊരു കോഡ്, അങ്ങനെയാണ്. സോ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഇയർ ആണോ അല്ലെങ്കിൽ റൈറ്റ് ഇയർ ആണോ, ഏതാണ് ഇയർ എന്നൊന്നും ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. രണ്ടിനും കൂടെ ഒരൊറ്റ കോഡാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ചെവി വേദന എന്ന് പറയുമ്പം അതിനകത്ത് ഇയർ പെയിൻ എന്നുള്ള ഒരൊറ്റ കോഡ് മാത്രമായിരിക്കും ഉണ്ടാവുക. അത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അതാണ് ICT-9 നമ്മൾ പറയുന്നത്. അപ്പം വളരെ പരിമിതമായിട്ടുള്ള കോഡ് റേഞ്ചാണ് അതിനകത്തുള്ളതും. അതുപോലെ തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒന്നും തന്നെ ICT-9 വന്നിട്ടില്ല. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് ICT-10 ഓക്കെ, അതായത് ICT-10 ക്ലിനിക്കൽ മോഡിഫിക്കേഷൻ. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഓക്കെ, അപ്പം അതിൻ്റെ നമുക്ക് നോക്കാം. റിലീസ്ഡ് ഇൻ 2015. ഓക്കെ, 2015 റിലീസായിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് എന്താ പറയുന്നത്? ICT-10 ഈസ് ദ 10th റിവിഷൻ ഓഫ് ദി ICT കോഡിംഗ് സിസ്റ്റം വിത്ത് എ ക്ലിനിക്കൽ മോഡിഫിക്കേഷൻ CM ഫോർ യൂസ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണിത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ICT-10 അതുകൊണ്ടാണ് ആ CM കൂടെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. മാത്രമല്ല ഇത് 10th റിവിഷനാണ് കേട്ടോ, 10th വേർഷനാണ്. അതുകൊണ്ടാണ് അവിടെ 10 എന്നുകൂടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം 2015 അതും പറഞ്ഞു. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കിത് എന്താണ് ICT-10 ഫുൾ ഫോം ഒക്കെ നിങ്ങൾക്ക് ചിലപ്പം എക്സാമിന് ചോദിക്കാനായിട്ടൊക്കെ വരും. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സോ എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. ഇനി സെക്കൻഡ് പോയിൻ്റാണ്, അപ്രോക്സിമേറ്റ്ലി 1,55,000 ഓഫ് കോഡ്സ്.
യെസ്, എൻറ്റയർലി വലിയൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ. നമ്മൾ ICT 9 പറഞ്ഞത് വെറും 14,000-ഓളം കോഡ്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് 1,55,000 ഓഫ് കോഡ്സാണ് ഇതിനകത്തുള്ളത്. അപ്രോക്സിമേറ്റ്ലി ആണ് അവർ പറയുന്നത് കേട്ടോ. ICT 10CM ഹാസ് എ മച്ച് ലാർജർ നമ്പർ ഓഫ് ദി കോഡ്സ് അലോയിങ് ഫോർ ഗ്രേറ്റർ സ്പെസിഫിറ്റി ആൻഡ് ഡീറ്റെയിൽ. ഓക്കെ, അപ്പം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടാണ് അപ്പോൾ ഇതിനകത്ത് കോഡ്സ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് കോഡുകളും അവൈലബിൾ ആയിരിക്കും. ഇപ്പോഴത്തെ വേർഷൻ ആണല്ലോ ICT 10CM എന്ന് പറയുന്നത്. ഇനി ഫ്യൂച്ചറിൽ ചിലപ്പം ഇതിനേക്കാളും അപ്ഡേറ്റഡ് ആയിട്ട് വരുമായിരിക്കും, വാട്ട് എവർ. എന്നാലും നമ്മളിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ICT 10CM ആണ്. നല്ല പോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വേർഷനാണ്. ഓക്കെ, ഇനി തേർഡ് പോയിൻറ്റ്, മോർ സ്പെസിഫിക്. ഓക്കെ, കൂടുതൽ സ്പെസിഫിക് ആണിത്. അതായത് ICT 10CM കോഡ്സ് ആർ മോർ സ്പെസിഫിക്, മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു ആക്യുറേറ്റ്ലി കോഡ് കോംപ്ലെക്സ് കണ്ടീഷൻസ്. കൂടുതൽ കോംപ്ലെക്സ് കണ്ടീഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ കോഡുകളൊക്കെ കണ്ടെത്താനായിട്ടൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം അത്രയും സ്പെസിഫൈ ചെയ്തിട്ടാണ്, അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിനകത്ത് കോഡ്സുകൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിച്ച് എടുക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇനി ഇതിനകത്ത് എന്താ പറയുന്നത്, ലാറ്ററാലിറ്റി പറയുന്നുണ്ട് അല്ലേ. ICT 10CM കോഡ്സ് ഓഫ്റ്റൻ സ്പെസിഫൈ ലാറ്ററാലിറ്റി വിച്ച് ഇസ് എസെൻഷ്യൽ ഫോർ ആക്യുറേറ്റ് കോഡിംഗ് ആൻഡ് ബില്ലിംഗ്. ലാറ്ററാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സൈഡ് അല്ലെങ്കിൽ റൈറ്റ്, ലെഫ്റ്റ് എന്നൊക്കെ പറയുന്നതിനാണ് ലാറ്ററാലിറ്റി എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് എല്ലാം വളരെ നീറ്റായിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് മെഡിക്കൽ കോഡിംഗ് പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ICT 10CM ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു കഴിഞ്ഞവർക്കൊക്കെ അറിയാനായിട്ട് പറ്റും. ഓരോ പാർട്സിനും അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്താണ് എന്നുള്ളതിന് എല്ലാത്തിനും ഓരോ കോഡ്സാണ് അല്ലേ. ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് എല്ലാത്തിനും ഓരോ ടൈപ്പ് ഓഫ് കോഡ്സാണ്. സോ അത് അറിയുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലാവാനായിട്ട് പറ്റും. ആ ഒരു മാർക്കിനൊക്കെ ആയിരിക്കും നമുക്ക് തെറ്റുക എക്സാമിനൊക്കെ അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഫൂട്ട് അല്ലെങ്കിൽ റൈറ്റ് ഫൂട്ട് അങ്ങനെയൊക്കെ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് തെറ്റും. പക്ഷേ ICT 9 അതൊന്നും വ്യക്തമല്ല. അപ്പോൾ എവിടെയാണ് ഒരു ഫൂട്ടിലാണ് എന്തെങ്കിലും ഒരു ഫൂട്ട് അൾസർ ആണെന്നുണ്ടെങ്കിൽ ഫൂട്ട് അൾസർ എന്ന് മാത്രം നമുക്കവിടെ കൊടുത്താൽ മതി, ഒരൊറ്റ കോഡേ ഉള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ സ്പെസിഫൈ ചെയ്യും അല്ലേ ഏത് പാർട്ടിലാണെന്നുള്ളത്. അതുകൊണ്ട് നമുക്കത് ശ്രദ്ധിച്ച് നോക്കേണ്ടി വരും. അപ്പോൾ ICT 9 വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് ICT 10CM എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. എത്ര കോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു, എപ്പോഴാണ് റിലീസ് ആയതെന്ന് പറഞ്ഞു, എന്താണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു. സോ ഇത്രയും മാത്രമേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. രണ്ടും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഐ തിങ്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിനൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതൊക്കെ അല്ലേ. അപ്പം ഇത് കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും ഞാൻ വിചാരിക്കുന്നു. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്.